അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ നമ്മളെ നൗഫൽ, ഉമ്മയും മക്കളിലും നൗഫൽ TKD അല്ലേ, അവൻ്റെ ചാനൽ ഇന്ന് കേരളത്തിൽ ആരും അറിയാത്തവരുണ്ടാവില്ല, വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. നൗഫൽ TKD വളർച്ചയും അവൻ്റെ ഇല്ലായ്മയും എല്ലാ കാര്യങ്ങളും അവൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അവൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊന്നും ഇങ്ങനത്തെ കഥകളൊന്നും അറിയാൻ സാധ്യത ഇല്ല കേട്ടോ. കാരണം ഇപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ അവരൊന്നും അവൻ്റെ പഴയകാല ചരിത്രങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഈ ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാരൊന്നും അവൻ്റെ പഴയ ജീവിതങ്ങൾ അറിയില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ പാവം ഇന്ന് ഈ നിലക്ക് എത്തിയിരിക്കുന്നത്. കഷ്ടപ്പാടിനുള്ളൊരു ഫലമാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം ആരും കൈവിടില്ല അതിനുള്ളൊരു തെളിവാണ് നമ്മളെ നൗഫൽ. യൂട്യൂബിലാണെങ്കിലും ഇനിയിപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എന്തായാലും നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓൻ ഈ നിലക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വലിയ വീടും കുറച്ച് പൈസയും ഒക്കെ ആയപ്പോൾ കുറേ ആൾക്കാർക്ക് ഭയങ്കര അഹങ്കാരമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മളെ മനുഷ്യന്മാരൊരു സ്വഭാവമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നില്ല കേട്ടോ, ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിക്കാരം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് ഈ വന്നിട്ട് അവൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇടുന്നത്, ബാഡ് കമൻ്റ് ഇടുന്നതും അഹങ്കാരമായി അതായി ഇതായി എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള വീഡിയോസുകളൊന്നും കാണാത്ത ആൾക്കാരാണ് അത് വന്ന് പറയുന്നത്. അവൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവൻ്റെ ചാനൽ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ആ കഷ്ടപ്പാടിനുള്ള ഫലം അവന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അവനും അവൻ്റെ ഫാമിലിയും ഇപ്പോൾ നല്ലൊരു അൽഹംദുലില്ലാ നല്ല നിലയിലാണ്. കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാൻ എല്ലാ മാർഗങ്ങളും ഇപ്പോൾ അവനക്കുണ്ട്. അത് അന്നവൻ കഷ്ടപ്പെട്ടതിനുള്ള ഫലമാണ്, ഒരുപാട് കഷ്ടപ്പെട്ടതിനുള്ള. പക്ഷേ ഇന്ന് വരുന്ന ആൾക്കാർക്കും വീഡിയോ കാണുന്ന ആൾക്കാർക്കൊന്നും ഇപ്പോൾ അവൻ്റെ ആ കഷ്ടപ്പാടുകൾ അറിയുന്നുണ്ടാവില്ല. അന്ന് കഷ്ടപ്പെട്ട് ആർക്കും അറിയുന്നുണ്ടാവില്ല. പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം അവൻ എങ്ങനെ ജീവിച്ചിരുന്ന ആളാണെന്നുള്ളത്. പക്ഷെ എന്നാലും ആൾക്കാർ വന്ന് കമൻ്റ് ഇടുന്നത് കണ്ടാണ്ടല്ലോ, ബാഡ് കമൻ്റ് ഇടാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും, കുറ്റം പറയാനും അതിനും ഇതിനൊക്കെ. എന്നാൽ അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതോട്ടില്ലേ. പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് യൂട്യൂബിൻ്റെ പൈസയാണ്, ഹറാമാണ്, അതാണ് ഇതാണ്. ഇതിലേറെ ഹറാമായ പൈസകൾ സമ്പാദിച്ച് ആൾക്കാർ കുടുംബം നോക്കുന്നതും മറ്റേ ഒരുപാട് സംഭാവന ചെയ്യുന്നതും അതും ഇതൊക്കെ ഉണ്ട്. ഇതിലേറെ ഹറാമായ പൈസ ഉണ്ട്. അവരൊക്കെ ചിലപ്പോൾ നാട്ടിലൊക്കെ ചിലപ്പോൾ നല്ല മാന്യന്മാരായിക്കാരം, നാലാളെ മുന്നിൽ കൂടിയൊക്കെ. പക്ഷെ ചിലപ്പോൾ അവർ സമ്പാദിക്കുന്ന പൈസൻ്റെ ഉറവിടം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും അവരെ പറ്റിയൊന്നും പറയില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ഹറാമാന്ന് പറയാൻ എന്താ ഇപ്പോൾ ഇതിൽ ഹറാമായിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ആരും ഇപ്പോൾ കേരളത്തിൽ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ യൂട്യൂബിലുള്ള ആൾക്കാരാണ്. ഒക്കെ ഹറാം തന്നെ ആയിക്കാരം, ഹറാമല്ലാത്തത് ഇപ്പോൾ ഒന്നുമില്ല. ഏതായാലും അവൻ അതൊന്നും നോക്കുന്നില്ല കേട്ടോ. അവൻ അങ്ങനെയല്ല ബാഡ് കമൻറ്റും അതൊക്കെ അത് അതിൻ്റെ വഴിക്ക് തള്ളി വിട്ടിട്ട് ജീവിക്കുകയാണ്. അവൻ്റെ വളർച്ച അത് അവൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. ഏതായാലും എനിക്ക് അവനെ വലിയ ഇഷ്ടമാണ്. ഞാൻ അവൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണലുമുണ്ട്. ഇപ്പോൾ കമൻ്റ് ഇട്ടുള്ളതിൽ അവരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാണലുണ്ട്. ആ ഉമ്മാനെയും അവനെയും അവൻ്റെ പെങ്ങന്മാരെയും അവൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെന്ന് അവൻ്റെ ഉപ്പാനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ല, ഓരോ വീഡിയോയിൽ എപ്പോഴും വെറുപ്പിക്കുകയൊന്നുമില്ല, അല്ല നല്ല കോമഡി ആയിട്ട് ആ ഉമ്മാൻ്റെ നാടൻ സംസാരങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു രസമായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാർ ആ വീഡിയോ കണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പിന്നെ ഉമ്മയും വല്ലാതെ കോമഡി ഒന്നും പറയില്ല, ഈ ബാഡ് കമൻറ്റ് വരുന്നത് കാരണം. അവനും അവൻ്റെ പെങ്ങന്മാരും ഒക്കെ നല്ല രീതിയിൽ തന്നെ വീഡിയോ ചെയ്തിട്ട് വരുന്നത്. അതിലേറെ മോശമായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അവിടെ നിന്ന് ആരും പോയി കമൻ്റ് ഇടുന്നില്ല. നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവിടെ വന്നിട്ട് കമൻ്റ് ഇടും. അതെന്താണ്, കുറച്ച് ഉയർച്ചയും കാര്യങ്ങളും പൈസയൊക്കെ ആകുമ്പോൾ പിന്നെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ടാണ്. ഏതായാലും ഇതേമാതിരിയുള്ള വീഡിയോ ഒന്നും നൗഫലിൻ്റെ വീഡിയോ കാണാത്ത ആൾക്കാരാണ് ഈ ബാഡ് കമൻറ്റും ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അത് തീർച്ചയാണ്. അവൻ്റെ എല്ലാ വീഡിയോ, അവൻ്റെ പഴയ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് ഈ ബാഡ് കമൻറ്റ് ഇടുന്നവരൊക്കെ അതൊക്കെ ഒന്ന് എടുത്ത് കണ്ടു നോക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ആ പാവം ഇത്രയും ഈ നിലക്ക് എത്തിക്കുന്നത്. നല്ല കഷ്ടപ്പാട് തന്നെയായിരുന്നു. അവൻ്റെ പഴയ കോലം, അവൻ്റെ പഴയ ജോലി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. പക്ഷെ അവൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അവൻ്റെ പഴയ ജീവിതം അവൻ ഒരിക്കലും മറക്കൂല എന്നുള്ളത്. അതൊരു സത്യമാണ്.
അവൻ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഓർമ്മിക്കും, അവൻ തന്നെ ഓർമ്മിപ്പിക്കും. അവർ ജീവിച്ചിരുന്ന എല്ലാ സിസ്റ്റേഴ്സിനും എല്ലാ കോലങ്ങളും അവരെന്നെ പറിച്ചിട്ടുണ്ട്. കാരണം അത്രയും കഷ്ടപ്പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ അത് കുറച്ച് പൈസ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് ഇതുവരെ മറന്നിട്ടില്ല. അതെപ്പോഴും മറക്കാതിരിക്കുന്നതാണ് നല്ലത്. കഷ്ടപ്പെട്ട് വളർന്നവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ, അവനെപ്പോലെ. അല്ലാതെ കാശുണ്ടായിട്ട് അത് തൂർത്തടിച്ച് ചിലവാക്കുന്നവർക്കൊന്നും അതിനെപ്പറ്റിയുള്ള വിഷമം അറിയില്ല. ഏതായാലും ഈ വീഡിയോ കഴിഞ്ഞപ്പോൾ ആ വേഡ് കമൻറ്റ് ഒക്കെ കണ്ടപ്പോൾ, ഇതിൻ്റെ മുന്നത്തെ കുറേ വീഡിയോകളിലൊക്കെ കുറേ വേഡ് കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ഇതൊരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് തോന്നിയതാണ് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തോളുണ്ട്. അവൻ്റെ വീഡിയോ, പഴയ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടുനോക്കുന്നുണ്ട്. പിന്നെ നിങ്ങളാരും അവൻ്റെ വീഡിയോയിൽ ബാഡ് കമൻറ്റ് ഇടാൻ പോവില്ല. അത്രയും നല്ല വീഡിയോസും ആയിരിക്കും, നല്ല കഷ്ടപ്പെട്ടിട്ട് വന്നവനുമാണ്. അപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ നൗഫലിനെ അറിയാത്തവരെ ആരും ചുരുക്കമായിരിക്കും ഉണ്ടാകുക, അവനെ അവൻ്റെ ഫാമിലിനെ. ഏതായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് നമുക്ക് പറയാം. ആരോഗ്യ ആയുസ്സും ആഫിയത്തുമെല്ലാം ദീർഘായുസ്സും കൊടുക്കട്ടെ പടച്ചോൻ. ഓക്കെ.